ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ചരിത്രപരമായ ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മുൻപ് സർക്കാർ നിയന്ത്രിത സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ കുത്തകയായിരുന്ന ഉപഗ്രഹ സേവനങ്ങൾ, പ്രത്യേകിച്ച് ഉപഗ്രഹാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ഇപ്പോൾ സ്വകാര്യ കമ്പനിയുടെ കടന്നുവരവോടെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ആനന്ദ് ടെക്നോളജീസ് ആണ്. തദ്ദേശീയമായ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് രാജ്യമെമ്പാടും ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കാൻ ഒരുങ്ങുന്ന ഈ കമ്പനി ആഗോള ഭീമന്മാർക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ പ്രാപ്തമാണെന്ന് തെളിയിക്കുകയാണ്. ഇന്ത്യൻ ബഹിരാകാശ നയം സമീപകാലത്ത് വലിയ പരിഷ്കാരങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ബഹിരാകാശ പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ ഇതിന് നിർണായക പങ്ക് വഹിക്കുന്നു. സ്വകാര്യ കമ്പനികൾക്ക് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി നൽകുന്നുണ്ട്. സർക്കാർ ഈ മേഖലയിൽ ഒരു പുതിയ മത്സരബുദ്ധിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ISROയുമായി ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്ന ആനന്ദ് ടെക്നോളജീസ് പോലുള്ള കമ്പനികൾക്ക് ഇത് വലിയ അവസരങ്ങളാണ് തുറന്നു കൊടുക്കുന്നത്. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത് സാങ്കേതിക മുന്നേറ്റത്തിനും ചെലവ് കുറഞ്ഞ സേവനങ്ങൾക്കും വഴിയൊരുക്കുമെന്നതാണ് ഈ നയത്തിന് പിന്നിലുള്ള പ്രധാന ആശയം. ആനന്ദ് ടെക്നോളജീസ് ഉപഗ്രാധിഷ്ഠിത ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്രമായ ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇൻസ്പേസിന്റെ അനുമതിയോടെ 2028 മുതൽ ഈ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു. ഇതിന്റെ ആദ്യപടിയായി ആശയവിനിമയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി ഏകദേശം 4 ടൺ ഭാരമുള്ള ഒരു ഭൂസ്ഥിര ഉപഗ്രഹം നിർമ്മിക്കാനാണ് ആനന്ദ് ടെക്നോളജീസ് പദ്ധതിയിടുന്നത്.